ഹലോ ഗായ്സ്, രോഹിത്താണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ക്യാമ്പ് നിങ്ങളെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ഷെയറാണ് നമുക്ക് വേണ്ടത്, അതുകൂടി ചെയ്ത് നമ്മളെ സഹായിക്കുക. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ക്യാമ്പിൻ്റെ എൻട്രൻസ് മുതൽ എക്സിറ്റ് വരെ ഉള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം ലൈക്ക് അടിച്ചിട്ട് ബാക്കി വീഡിയോ ഉണ്ടോ. അപ്പം നമ്മൾ നേരെ ക്യാമ്പിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ക്യാമ്പിലേക്ക് കയറുന്ന ഭാഗത്ത് റോഡിൽ നിന്ന് നേരെ അകത്തോട്ടേക്ക് കയറുകയാണ്. കയറുന്ന സമയത്ത് എൻട്രൻസ് വരുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പിൻ്റെ അഡ്രസ്സ്. അപ്പം ഗേറ്റ് കടന്ന് നേരെ നമ്മൾ ക്യാമ്പിലേക്ക് പ്രവേശിച്ചേക്കാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ നേരത്ത് മൊത്തം ബിൽഡിങ്സാണ് കാണിച്ചു തരാം. ഈ കാണുന്ന പോലെ 16 ബിൽഡിങ്സാണ് ഒരു ക്യാമ്പിലുള്ളത്. അതായത് ഒരു ബിൽഡിങ്ങിൽ ഏകദേശം ഒരു ഫ്ലോറിൽ 14 റൂം വെച്ചിട്ടാണ് ഉള്ളത്. 16 ബിൽഡിങ്ങാണ് മൊത്തം ഉള്ളത്. അതിൽ 14 റൂം വെച്ചിട്ടാണ് ഒരു ഫ്ലോറിലുള്ളത്. 3 ഫ്ലോറാണുള്ളത്. അപ്പം ബാക്കി നിങ്ങൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഒരു റൂമിൽ മിനിമം 6 പേരെ വെച്ചാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ കണക്ക് പ്രകാരം ഒരു റൂമിൽ 6 പേരുണ്ട്. പിന്നെ അതിൽ കൂടുതൽ എന്തായാലും ഒരു കാരണവശാലും ഇവിടെ ഈ ക്യാമ്പിൽ അലൗഡല്ല, ഇവിടുത്തെ റൂൾസ് പ്രകാരം. നമ്മൾ ക്യാമ്പിലേക്ക് നടന്നെടുക്കും തോറും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും പുറകിൽ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ബോർഡ്. അതിനകത്ത് കോമൺ ആയിട്ടുള്ള ഏറ്റവും സെൻട്രലായിട്ടുള്ള ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റും പിന്നെ അതിനിടയിൽ ഒരു മുടിവെട്ട് കടയുണ്ട്. വീഡിയോയിലൊക്കെ നമ്മളിത് കാണിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. ഈ മുടി വെട്ടുന്ന വീഡിയോയിലൊക്കെ നമ്മളിതുപോലെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ ഒന്നുകൂടി അത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. നടന്ന് ഏകദേശം നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെയിം ഒരു വഴി നേരെ ഓപ്പോസിറ്റ് സൈഡിലും അപ്പുറേ സൈഡിലും ഉണ്ട്. നമ്മൾ അങ്ങോട്ട് കൂടി കിടക്കും, ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് എൻ്റെ മെസ്സ് ഞാനിവിടാണ് അഫോർഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് 3 നേരം ആഹാരം വരുന്നത്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് അത് പിന്നെ പറയേണ്ട കാര്യമല്ലോ, ആവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. ഇപ്പം നിലവിൽ അത് ഓപ്പൺ അല്ല, രാവിലെ ആകുന്നതല്ലേ ഉള്ളൂ, അത് ഓപ്പണായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇടയിലൊരു മുടിവെട്ട് കട കൂടി ഉണ്ട്. ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഈ കട. ഇരിക്കുന്ന 6ാം നമ്പർ ബിൽഡിങ്ങിനാണ്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ആയിട്ട് ഇവിടെ അടുത്ത് മുസ്ലിം പള്ളി ഉണ്ടോയെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പണ്ട് മുതലേ ഇവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നൊരു ഏരിയയാണ്. ഇവിടെയാണ് ഇവർ നിസ്കരിക്കാനും എല്ലാം ഒക്കെ ഉപയോഗിക്കുന്നത്. പള്ളി തൊട്ടപ്പുറത്തുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്, കാണിച്ചു തരാം. പിന്നെ മുമ്പ് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ വർക്കൗട്ട് ഏരിയ. അവിടെ കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് എൻ്റെ റൂമുള്ളത്, ഇതിൻ്റെ മേളത്തെ ഫ്ലോറിൽ. അപ്പം ഇതാണ് നമ്മുടെ വർക്കൗട്ട് ഏരിയ. രാവിലെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, ആൾക്കാരില്ല. ഇത് മൊത്തം ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വർക്കൗട്ട് എക്യുപ്മെൻറ്റ്സാണ്. ഇത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇതെല്ലാം ഹാൻഡ് മെയ്ഡായിട്ട്, അതായത് ഓരോ വർക്ക്ഷോപ്പുകളിൽ നിന്ന് ഞങ്ങളുടെ കമ്പനികളിലോ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെയായിട്ട് ഓരോരുത്തരായിട്ട് ഉണ്ടായിക്കൊണ്ടുവന്ന് ഇവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നോക്കിയാലും കാണാൻ പറ്റുന്നൊരു സാധനമാണിത്. ഇതാണ് നമ്മുടെ ഈന്തപ്പന. ഇതൊക്കെ ചെറുതാണെന്ന് പറഞ്ഞ് വിചാരിക്കേണ്ട. ഇതൊക്കെ പ്രായം കൊണ്ട് എന്നെക്കാലത്ത് പ്രായം കൂടിയ ഒരു മുതലായിരിക്കുക. എല്ലായിടത്തും ഉണ്ട്. ഇവിടെ മിക്ക റൂമിൻ്റെയും താഴെയായിട്ട് എല്ലാം ഉണ്ട്. പിന്നെ കൂടുതലുള്ളത് ആര്യവേപ്പും ഈ ഈന്തപ്പനയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളവരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ. നമുക്ക് മേളിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവർ ഈ ഗാർഡനിങ്ങും പരിപാടിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്യുന്നത് കണ്ടില്ലേ. നമ്മുടെ അവിടുത്തെയൊക്കെ കാട്ട് ചെടികളൊക്കെയാണ് ഇവിടെ പൂട്ട് നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ചൂടത്ത് ഇങ്ങനെ നിൽക്കുന്നുള്ളത് കാണുമ്പോൾ തന്നെ അതിശയമാണ് അല്ലേ. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഓരോ റൂമായി ഇതുപോലെ പല സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, നോർമലായിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് എടുത്തിട്ടാണ് പോവാറ്. ഇന്ന് ഞാൻ രാവിലെ അവിടെ കയറിയപ്പോഴത്തേക്കും അവിടെ അവർ പാക്ക് ചെയ്യുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തുനിന്ന് പോയിട്ട് തിരിച്ച് വരാം എന്നുള്ള മൈൻഡ് സെറ്റിൽ തിരിച്ച് റൂമിലേക്ക് പോകുന്നതാണ്. റൂമിലേക്ക് വന്നിട്ട് ഫ്രഷപ്പായിട്ട് ഞാൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് തിരിച്ച് പോകുന്ന സമയത്ത്, അതായത് ഇവിടുത്തെ വീഡിയോയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന സമയത്ത് കയറി ഫുഡും എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകാം. പുറകിലാണ് റെസ്റ്റോറൻറ്റും സൂപ്പർ മാർക്കറ്റൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ കമ്പനിയുടെ റൂമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബിൽഡിങ്ങിൽ മാത്രമായിട്ടല്ല, മൊത്തത്തിൽ പല ബിൽഡിങ്ങിലായിട്ടാണ് നമ്മുടെ റൂം. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കണക്കൂട്ട് ശരിയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങിലും ഒരു 2, 3, 4 റൂം വെച്ച് നമ്മുടെ കമ്പനിയുടെ മാത്രം റൂമുണ്ട്. അത്രയ്ക്ക് അത്യാവശ്യം വലിയ കമ്പനിയാണ്.
ഈ പുറകിൽ കാണുന്ന ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളം, ജലം, വീട്ടിൽ ഇവിടെ നമ്മുടെ തുണി കഴുകാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്കാണ്. അണ്ടർഗ്രൗണ്ടിലാണ്, മോട്ടർ റൂം കൂടാണ്. അവിടെ നിന്നാണ് നമുക്ക് വെള്ളം വരുന്നത്. അവിടെ തീരുമ്പോൾ കൊണ്ടൊന്ന് ഫില്ല് ചെയ്യുന്നത് ഇതിൻ്റെ അടി ടാങ്കാണ്. ഇതിൻ്റെ ഗ്രൗണ്ടിൽ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് തീരുന്നതനുസരിച്ച് വെള്ളം കൊണ്ടുവന്ന് പമ്പ് ചെയ്യും. ആ വെള്ളം നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനടി ഡ്രൈനേജ് സെറ്റപ്പ് ഉണ്ട്. ഈ ഡ്രൈനേജ് വാട്ടർ തന്നെയാണ് നമുക്ക് റീസൈക്കിൾ ചെയ്ത് വീണ്ടും വരുന്നത്. ഇവിടെ ജലത്തിൻ്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് അത് അങ്ങനൊരു സംഭവം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ക്യാമ്പിലെ പോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ക്യാമ്പുണ്ട്. ഇത് 2 ക്യാമ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. രണ്ട് ആളുടെ കീഴിലുള്ള, അതായത് 2 ക്യാമ്പസ്, നമ്മുടെയൊക്കെ ഹോസ്റ്റൽ വാർഡൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സെറ്റപ്പാണ് ക്യാമ്പസ്. ക്യാമ്പസിൻ്റെ കീഴിലായിട്ടാണ് 2 ക്യാമ്പും ഉള്ളത്. ഈ ക്യാമ്പ് അറിയപ്പെടുന്നത് ക്വാളിറ്റി ക്യാമ്പ് എന്നാണ്. മറ്റേ ക്യാമ്പ് പറയുന്നത് ലാംബർൽ ക്യാമ്പ് എന്നാണ്. ഇത് രണ്ടും ഓരോ കമ്പനിയുടെ പേരാണ്. അതായത് ആദ്യ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 2 കമ്പനികളാണ് ഈ 2 കമ്പനികൾ. അപ്പോൾ ഈ ക്യാമ്പ് രണ്ടും അറിയപ്പെടുന്നത് ആ ഒരു കമ്പനിയുടെ പേരിലാണ്. നമ്മൾ താമസിക്കുന്ന ക്വാളിറ്റി ക്യാമ്പിലാണ്. നമ്മുടെ റൂം ഫുൾ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നതും ഈ ക്വാളിറ്റി ക്യാമ്പിലാണ്. ഇതിൻ്റെ എക്സിറ്റ്, അതായത് ഞാൻ താമസിക്കുന്ന ക്യാമ്പിൻ്റെ എക്സിറ്റാണ് ഇപ്പോൾ നമ്മുടെ പുറകെ കാണുന്നത്. ഇവിടുന്ന് നമുക്ക് നേരെ അടുത്ത ക്യാമ്പിലോട്ട് നടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടിയതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ 2 ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ട് 1 വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിനി വീണ്ടും കണ്ടുമുട്ടും.